കോൺഗ്രസിൻ്റെ ജാത്യാധിഷ്ഠിതമായ മനോഭാവം നമ്മളെല്ലാ കാലത്തും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. നമ്മളത് പല കോൺഗ്രസിൻ്റെ ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ കുറിച്ച് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട് പല കാലങ്ങളിലായി. പക്ഷേ ഈ അടുത്ത് കൊടിക്കുന്നിൽ സുരേഷ് എം പി മാവേലിക്കരയിൽ നിന്ന് കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ച് രാഹുൽ ഗാന്ധിയുടെ വലതുവശത്ത്, ലോക്സഭയിൽ രാഹുൽ ഗാന്ധിയുടെ വലതുവശത്തായി ഇരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ കേരളത്തിലെ തലമുതിർന്ന നേതാവാണ്. കേരളത്തിലെ ഒരു സ്ഥാനമർഹിക്കുന്ന വ്യക്തി. നമ്മളൊരു കോൺഗ്രസിൻ്റെ പൊതുവായ സംസ്ഥാന നേതാക്കളുടെ ഒരു ചിത്രം പരിശോധിക്കുന്ന സമയത്ത് അതിൽ എപ്പോഴും നമ്മൾ കാണാറുള്ളൊരു വ്യക്തിയാണ് കൊടിക്കുന്നിൽ സുരേഷ്. ഈ കൊടിക്കുന്നിൽ സുരേഷ് എം പിയോട് കോൺഗ്രസ് പാർട്ടി ചെയ്ത ജാത്യാധിഷ്ഠിതമായ ക്രൂരത അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം പത്രങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു എന്ന് അറിയില്ല. ഇന്ത്യൻ എക്സ്പ്രസ് അത് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വാർത്ത. അവരിങ്ങനെ എഴുതുന്നു: ഐ ഹാവ് ബീൻ സൈഡ് ലൈൻ ഫ്രം ദ പാർട്ടി ഡ്യൂ ടു മൈ കാസ്റ്റ്. അദ്ദേഹത്തിൻ്റെ ജാതി കാരണം, അദ്ദേഹം ജനിച്ച ആ ഒരു ജാതിയുടെ പേരിൽ അദ്ദേഹത്തെ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും അകറ്റി നിർത്തുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു പരിപാടിക്കിടെ, വി ഡി സതീശനൊക്കെ ഉണ്ടായിരുന്ന ഒരു പരിപാടിക്കിടെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ, ഇത് തെല്ലും അത്ഭുതപ്പെടാനുള്ളൊരു കാര്യമല്ല. കാരണം കോൺഗ്രസ് പാർട്ടി എല്ലാ കാലത്തും ജാത്യാധിഷ്ഠിതമായിട്ടാണ് അവർ പെരുമാറിയിട്ടുള്ളത്. കുടുംബാധിപത്യവും ജാതി ഭ്രാന്തും മാത്രമാണ് എല്ലാ കാലത്തും കോൺഗ്രസ് പാർട്ടിയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഭരണഘടന സൃഷ്ടിച്ച വ്യക്തി, ഭരണഘടനയുടെ എന്താ പറയുക, ഫാദർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മളെല്ലാവരും ബഹുമാനത്തോടു കൂടി വിളിക്കുന്ന ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറോട് കോൺഗ്രസ് പാർട്ടി ചെയ്ത ക്രൂരതകൾ എന്താണ്? അദ്ദേഹത്തിൻ്റെ ഭരണഘടന സൃഷ്ടിച്ച വ്യക്തിയാണ്. കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഛായാചിത്രം പാർലമെന്റിൽ സ്ഥാപിക്കാൻ തയ്യാറായില്ല. അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി, ഭണ്ഡാര നിയമസഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ തോൽപ്പിക്കുവാൻ വേണ്ടി നെഹ്റുവിൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി ഇറങ്ങുന്നു ഭണ്ഡാര നിയമസഭാ മണ്ഡലത്തിൽ. അപ്പോൾ അത്തരത്തിൽ ജാതി വ്യവസ്ഥ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ ഈ ജാതി സെൻസസിന്റെ പേരിൽ രാഷ്ട്രീയം കളിക്കുന്നതും ജാതിയുടെ പേരിൽ ഹിന്ദു സമൂഹത്തെ വിഭജിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നതും. അത് നമ്മളെല്ലാവരും ഈ ഹരിയാന ഇലക്ഷനിലും മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിലും എല്ലാം കണ്ടതാണ്. അവരുടെ ആ ആഖ്യാനം, ആ നറേറ്റീവ്, അവർ ജാതിയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ജയിക്കാമെന്ന അവരുടെ തന്ത്രം പാളിപ്പോയതുമാണ്. എന്തൊക്കെ പറഞ്ഞാലും